പൂപ്പാറ മൂലത്തറയിൽ വീണ്ടും കാട്ടാന ഭീതി. കുഞ്ഞുൾപ്പെടെ 7 കാട്ടാനകളടങ്ങുന്ന കൂട്ടം ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്നു. ഏക്കർ കണക്കിന് ഭൂമിയിലെ ഏലം കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ഒരാഴ്ചയിലധികമായി കാട്ടാനക്കൂട്ടം മൂലത്തറയിൽ പതിവായി എത്താറുണ്ട്. ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം വ്യാപക നാശനഷ്ടമാണ് മേഖലയിൽ വരുത്തിയിരിക്കുന്നത്. 5 കർഷകരുടെ തോട്ടത്തിലാണ് കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. ഏലച്ചെടികൾ ചവിട്ടിയൊടിക്കുകയും പിഴുതുകളയുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാട്ടാന ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ ഒരു 7 ആന സംഘമായിട്ട് വന്ന് ഏലങ്ങള് 2ാം വർഷ ഏലം 1ാം വർഷ ഏലം ഇത് മുഴുവൻ എല്ലാം അങ്ങ് നശിപ്പിച്ച് എല്ലാം ചവിട്ടി പറിച്ച് ഇവിടെ എല്ലാം നാശമാക്കി. വളരെ വ്യാപകമായ രീതിയിൽ ഞങ്ങൾക്ക് വളരെയധികം നാശം സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ആന ഇങ്ങനെ വ്യാപകമായിട്ട് വന്നു. അതുപോലെ തന്നെ അത് കൂട്ടാന മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ പുറകെ ഒറ്റക്കൊമ്പൻ വന്നു. കൊമ്പൻ വന്നും റോഡിലൊക്കെ ഇറങ്ങി വാഹനങ്ങളൊക്കെ തടസ്സം ചെയ്യുകയും അതുപോലെ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി ആന ഇങ്ങനെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചക്കക്കൊമ്പനും മേഖലയിൽ പതിവായി എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിലും ചക്കക്കൊമ്പൻ ഇറങ്ങിയിരുന്നു. ഒറ്റയാൻ വീടുകൾക്ക് സമീപം എത്തുന്നതും പതിവാണ്. ഇതിന് പുറമെയാണ് കൃഷിയിടത്തിൽ ആനക്കൂട്ടം നാശം വിതയ്ക്കുന്നത്. പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതോടെ മഴക്കാലത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാർഷിക ജോലികളും പ്രതിസന്ധിയിലായി.